ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫൈനൽ അക്കൗണ്ടിലെ +1 ഫൈനൽ അക്കൗണ്ടിലെ അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് റിസ്മെൻറ്റ് പഠിക്കാം. അതിൽ ഫസ്റ്റ് ഐറ്റമാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. അതിന് ജേണൽ എൻട്രി ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ടു ട്രേഡിംഗ് അക്കൗണ്ട്. ദെൻ സെക്കൻഡ് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ഔട്ട്സ്റ്റാൻഡ് എക്സ്പെൻസ് ആണ്. അപ്പോൾ അതിന് ജേണൽ എൻട്രി വരുന്നത് കൺസേൺഡ് എക്സ്പെൻസ് അക്കൗണ്ട് ടു ഔട്ട്സ്റ്റാൻഡ് എക്സ്പെൻസ്. ഇനി എന്തുകൊണ്ടാണ് ഈ ജേണൽ എൻട്രി എങ്ങനെയായിരുന്നു വെച്ചാൽ, ഇപ്പോൾ നമുക്കിങ്ങനെ നോക്കണം. അതായത് ഔട്ട്സ്റ്റാൻഡ് എക്സ്പെൻസ് ആണ്, അത് ബിസിനസ്സിൻ്റെ ലയബിലിറ്റിയാണ്. അപ്പോൾ ലയബിലിറ്റി എപ്പോഴും ഏത് ബാലൻസ് ആയിരിക്കുള്ളൂ? ക്രെഡിറ്റ് ആയിരിക്കുള്ളൂ. ദെൻ ഇനി ഒരു എക്സ്പെൻസ് നമ്മൾ സ്റ്റിൽ പേയബിൾ, ഇനി കൊടുക്കാൻ, ദാറ്റ് മീൻസ് അപ്പോൾ നെക്സ്റ്റ് കൺസേൺഡ് എക്സ്പെൻസ്. അതായത് ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ക്വസ്റ്റ്യൻ പറയുന്നത് സാലറി ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ അത് ജേണൽ വരാൻ പോകുന്നത് സാലറി അക്കൗണ്ട് ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്നായിരിക്കും. അതിൻ്റെ കാരണം ഔട്ട്സ്റ്റാൻഡിങ് സാലറി ലയബിലിറ്റിയാണ്. അതുകൂടാതെ സാലറി ആണ് അവിടുത്തെ കൺസേൺഡ് എക്സ്പെൻസ്. അപ്പോൾ സാലറി എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് എപ്പോഴും ഡെബിറ്റ് ആയിരിക്കും. സോ ജേണൽ എൻട്രി സാലറി അക്കൗണ്ട് ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി. അപ്പോൾ നമ്മൾ ജനറലി പറയുമ്പോൾ ഔട്ട്സ്റ്റാൻഡ് എക്സ്പെൻസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എന്ന് പറഞ്ഞാൽ കൺസേൺഡ് എക്സ്പെൻസ് അക്കൗണ്ട് ടു ഔട്ട്സ്റ്റാൻഡ് എക്സ്പെൻസസ്. നെക്സ്റ്റ് വൺ പ്രീപെയ്ഡ് എക്സ്പെൻസസ്. നമുക്കറിയാം പ്രീപെയ്ഡ് എക്സ്പെൻസ് നമ്മളുടെ ഫൈനൽ അക്കൗണ്ടിൽ ബാലൻസ് ഷീറ്റിൽ അസറ്റാണ് അല്ലേ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്തു? പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് അസറ്റ് ഓൾവേസ് ഡെബിറ്റ്. ഇനി അടുത്ത കേസ് പറഞ്ഞാൽ നമുക്ക് പ്രീപെയ്ഡ് എക്സ്പെൻസ് നമ്മൾ പി&എൽ അക്കൗണ്ട് ചെയ്യാറ് എന്താണ്? അത് മൈനസ് ചെയ്യും. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മൾ നെക്സ്റ്റ് ഇയറിലേക്കുള്ളൊരു ചിലവ് ഇപ്പോഴേ നമ്മൾ ചെയ്തു, മീൻസ് അഡ്വാൻസ് പേ നടത്തി വെച്ചേക്കാണ്. ദാറ്റ് മീൻസ് ഇത് കറണ്ട് ഇയറിലേ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൺസേൺഡ് എക്സ്പെൻസ് അവിടെ കുറയണം. അതുകൊണ്ടാണ് ഇവിടെ ക്രെഡിറ്റ് വന്നിരിക്കുന്നത്. സോ ജേണൽ എൻട്രി പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് ടു കൺസേൺഡ് എക്സ്പെൻസസ്. നെക്സ്റ്റ് ഡിപ്രിസിയേഷൻ. അറിയാം ഡിപ്രിസിയേഷൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അത് വരുമ്പോൾ അസറ്റിൻ്റെ വില കുറയണം. സോ ജേണൽ എൻട്രി ഡിപ്രിസിയേഷൻ ഡെബിറ്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. നെക്സ്റ്റ് ടു കറസ്പോണ്ടിങ് അസറ്റ് എന്ന് പറയുമ്പോൾ അസറ്റ് കുറയുമ്പോൾ അസറ്റിന് ക്രെഡിറ്റ് കൊടുക്കണം. സോ ജേണൽ എൻട്രി ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ടു കറസ്പോണ്ടിങ് അസറ്റ്. നെക്സ്റ്റ് ഐറ്റം ബാഡറ്റ്സ് ആണ്. ഇറ്റ്സ് വൺ ഓഫ് ദ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. സോ ഡെബിറ്റ് ബാഡറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ. ഇത് വരുമ്പോൾ നമ്മുടെ ഡെറ്റേഴ്സ് കുറയും. നമുക്കറിയാം ബാഡറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾക്കിനി കളക്ട് ചെയ്യാൻ പറ്റാത്ത ഡെറ്റുകളുണ്ട്. അതായത് നമുക്കിനി അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റില്ല, നമ്മളത് റൈറ്റ് ഓഫ് ചെയ്യും. അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ട്രീറ്റ് ചെയ്യും. സോ ജേണൽ എൻട്രി ബാഡറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ. അത് എക്സ്പെൻസ് നമ്മൾ ഡെബിറ്റ് ചെയ്തു. അടുത്ത കേസ് ഡെറ്റേഴ്സ് ക്രെഡിറ്റ് ചെയ്യണം. കാരണം ഇനി നമ്മൾക്ക് ഡെറ്റേഴ്സ് അത്രയും കൊണ്ട് കുറയാണ്. ഡെറ്റേഴ്സ് കുറയുമ്പോൾ അസറ്റ് കുറയും, അസറ്റ് കുറയുമ്പോൾ അത് ക്രെഡിറ്റ് വരും. നെക്സ്റ്റ് അക്രൂഡ് ഇൻകം. നമുക്കൊരു ഇൻകം കിട്ടാനുണ്ട്. നമുക്കറിയാം നമുക്ക് കിട്ടാനുള്ളതെല്ലാം അസറ്റാണ്. സോ ജേണൽ എൻട്രി അക്രൂഡ് ഇൻകം അക്കൗണ്ട് ഡെറ്റർ. അത് അസറ്റായതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു. ടു കൺസേൺഡ് ഇൻകം. അത് കിട്ടുമ്പോൾ നമ്മുടെ കൺസേൺഡ് ഇൻകം എന്ത് ചെയ്യും? അത് ഇൻക്രീസ് ചെയ്യും. സോ അക്രൂഡ് ഇൻകം അക്കൗണ്ട് ടു കൺസേൺഡ് ഇൻകം കൂടുകയാണ്. സോ ഇത് നമ്മൾ ഇങ്ങനെ നോക്കിയാൽ നമ്മൾ പി&എൽ അക്കൗണ്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അക്രൂഡ് ഇൻകം കറസ്പോണ്ട് നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. സോ അപ്പോൾ ഇൻകം ഇൻക്രീസ് ചെയ്യും. ഇൻകം ഇൻക്രീസിങ് ക്രെഡിറ്റ്. സോ ജേണൽ എൻട്രി അക്രൂഡ് ഇൻകം അക്കൗണ്ട് ടു കൺസേൺഡ് ഇൻകം. നെക്സ്റ്റ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓർ അൺഏൺഡ് ഇൻകം. നേരത്തെ, അതായത് അടുത്ത വർഷത്തേക്കുള്ള ഇൻകം നമ്മൾ നേരത്തെ വാങ്ങിച്ചു വെച്ചു. അങ്ങനെ ചെയ്താൽ അത് ബിസിനസ്സിന് ഈ വർഷം അത് ലയബിലിറ്റിയാണ്. അപ്പോൾ നമ്മൾ ആ കൺസേൺഡ്, അതായത് നമ്മളെ ഇൻകംസിന് അഡ്വാൻസ് നമ്മൾ എന്ത് ചെയ്തു? അതൊരു ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്തു. നെക്സ്റ്റ് കൺസേൺഡ് ഇൻകം ഡെബിറ്റ് കൊടുക്കാൻ കാരണം അത് ഈ വർഷത്തെ അല്ല, ആ ഇൻകം ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം. നമ്മൾ സാധാരണ ചെയ്യാറ് ഇങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ പി&എൽ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആ കറസ്പോണ്ടിങ് ഇൻകത്തിൽ നിന്നും ആ അഡ്വാൻസ് റിസീവ് മൈനസ് ചെയ്യും. അപ്പോൾ അത് കുറയണം, ഇൻകം കുറയണം. കാരണം ഇത് ഈ വർഷത്തെ ഇൻകം അല്ല. സോ ജേണൽ എൻട്രി കൺസേൺഡ് ഇൻകം അക്കൗണ്ട് ഡെറ്റർ. ദിസ് ഈസ് വൺ ഓഫ് ദ ലയബിലിറ്റി. ഇൻകം റിസീവ്ഡ് അഡ്വാൻസ് ലയബിലിറ്റി. നമ്മളൊരു ഇൻകം നേരത്തെ വാങ്ങിച്ചു വെച്ചാൽ നമുക്കതൊരു ലയബിലിറ്റിയും, അതേസമയം നമ്മുടെ എക്സ്പെൻസ് അഡ്വാൻസ് അടച്ചു വെച്ചാൽ നമുക്ക് അസറ്റുമായിരിക്കും. ദെൻ ലാസ്റ്റ് വൺ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അത് അറിയാവുന്നതാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വൺ ഓഫ് ദ എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഓഫ് ദ ഫേം. സോ ഡെബിറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. ദെൻ ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അത് അയാളുടെ ക്യാപിറ്റൽ, ഓണറിൻ്റെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ബിസിനസ്സിൻ്റെ എക്സ്പെൻസും ഓണറിൻ്റെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. സോ അപ്പോൾ കുട്ടികൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് പഠിക്കുമ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാം.